ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കോഴിക്കോടൻ സ്പെഷ്യലായ കോഴി നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കോഴിക്കോടൻ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിലേക്കുള്ള ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് കശുവണ്ടി എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ നല്ലോണം ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് മുന്തിരിയും കൂടിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി 4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരുംജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, നേരത്തെ അരച്ച് വെച്ച മുളക്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചിക്കൻക്ക് വരയിട്ട് കൊടുക്കാം. എല്ലാ സൈഡിലും ആയിട്ട് നമുക്ക് എല്ലാ ചിക്കനും വരയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വരയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല നമ്മൾ ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗത്തും നമ്മൾ മസാല നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ ചിക്കൻ എല്ലാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മസാല ആക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കശുവണ്ടിയും മുന്തിരിയും മിക്സ് ചെയ്തു 4 എഗ്ഗ് പുഴുങ്ങിയതുമാണ്. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ആദ്യം നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് ഉള്ളി ഇതേപോലെ നിറച്ച് കൊടുത്തിട്ട് ഒരു എഗ്ഗ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ലെഗ് പീസിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ഒരു ഹോളാക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലെഗ് പീസ് അതിലൂടെ ഇട്ട് കൊടുക്കാം. 2 ലെഗ് പീസും ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് നമ്മുടെ ചിക്കൻ എല്ലാം നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ചട്ടിയിൽ നല്ലോണം ഓയിൽ ചൂടാക്കിയെടുക്കാം. നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണ്. ഇതേപോലെ നന്നായിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ഞാനിതൊരു
കുറച്ച് ഗ്രേവി ആയിട്ടാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള ഗ്രേവി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉള്ളി ആഡ് ചെയ്യാം. ഒരു 4 ചിക്കനാണ്, അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്തത് 5 ഉള്ളിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. അത് നമ്മൾ നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഉള്ളി നല്ലോണം താളി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടി ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇതേപോലെ ഇട്ട് കൊടുക്കാം. നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. ശേഷം ഞാൻ 3 തക്കാളി ജ്യൂസ് അടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ച തക്കാളി തന്നെ നല്ല ചുവപ്പ് കളറിലുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പുഴുങ്ങ ഒന്നും ചെയ്യേണ്ട. 4 തക്കാളി നമ്മൾ ഇതിലേക്ക് ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ സോസ്, തക്കാളിയുടെ സോസാണ്, അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ഓയിലാണ്, 1 കപ്പ് ഓയിൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യലായ കോഴി നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.